ഇപ്പൊ സമയം 6 മണിയാവാൻ 6 മിനിറ്റ് അല്ലേ? ഞാനിപ്പോ ഇവിടെ പോണെന്നല്ലേ, ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു ഗൈസ് ഇന്നലെ. അങ്ങനെ പോവാറുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ കൈമിക്ക് ചെറിയൊരു പെയിൻ കിട്ടിയിട്ട് ഞാൻ ഒരാഴ്ച ലീവ് എടുത്തിരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത് ഞാനാണ് മെയിനായിട്ട് ഞാനാണ് വിടാഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന അങ്ങനെയിട്ട് പോവാന്ന് വെച്ചിരുന്നിട്ട് എനിക്ക് പിന്നെ മടി കയറി. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു, പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ട്, അവരാണെങ്കിൽ മറ്റേ വല്ലപ്പോഴേ വരല്ലോ അത് കാണണ്ടോ. പിന്നെ അവസ്ഥയിലായപ്പോ ഞാൻ വല്ലപ്പോഴായി ഉള്ള പ്രശ്നം. പിന്നെ വിഘ്നേഷ് ഉണ്ട് എൻ്റെ കൂടെ, ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി ചേർന്നു. കാലത്ത് ആൾക്കാർ കുറവാണ്, കാരണം കാലത്ത് തെരഞ്ഞെടുത്ത് ഉറക്കം പോയാലും കുഴപ്പമില്ല, എനിക്ക് ആൾക്കാർ പറ്റില്ലേ, ആളൊരു പാമ്പ് ചാവില്ല എന്നാണല്ലോ. എനിക്ക് എല്ലാ എക്യുപ്മെന്റ്സും ഇങ്ങനെ എടുത്ത് 6 മണി എന്ന് പറഞ്ഞത് ഇപ്പം എത്ര മണിയായി? സമയം അത്യാവശ്യമായില്ല. 6. ഏയ് നീ നോക്കിയിട്ടാണോ ടൈം പറഞ്ഞേ? 6:06 6 മണി 6 മിനിറ്റ് പറഞ്ഞില്ലേ? ഇവിടെ മറ്റേ കോഴിക്കോട് സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടാ. പിന്നെ ഇവിടെ ഇത് കേട്ടില്ലേ നീ? ഇവിടെ അമ്പലമുണ്ട്, കുറച്ച് നേരത്തെ അമ്പലത്തിൽ പാട്ടൊക്കെ കേട്ടായിരുന്നു. നിനക്കിതൊന്നും കേൾക്കണില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി ചുമച്ച് എൻ്റെ സൗണ്ടൊക്കെ ആകെ എന്തോ പോലെ. അതെ, അന്ന് പോയിട്ട് വയ്യാണ്ടായി കണ്ടപ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവൻ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന്. ഞാൻ നിർബന്ധിച്ച് പോവാണ്ട് ഇരുത്തി. അങ്ങനെ ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അപ്പം എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ. ശിവു ഇന്ന് തൊട്ടൊരു തുടക്കമാണ്. നീ എന്നെ പോലെ നേരത്തെ എനിക്ക് പഠിക്കേ തുടങ്ങ്. മോട്ടിവേറ്റ് ഇങ്ങനെ കിടന്നിറങ്ങാൻ ജിമ്മിൽ പൊടി എന്നോടും കൂടിയാണ് ശിവു. അത് ആൾക്കാരില്ല കേട്ടോ, കാലത്ത് 10 ആൾക്കാർക്കുള്ളൂ. ഞാൻ ഫീസ് കൊടുത്തു. മറ്റേ ചേട്ടനടി സ്വർണ്ണക്കടയിലിരിക്കുന്നത്, ആ സ്വർണ്ണക്കട മനസ്സിലാവില്ല എത്തിക്കുന്ന. ഞാൻ ചിലപ്പോൾ മീശക്ക് നിൽക്കാറില്ലല്ലോ. എന്താ നോക്ക് വർത്താനം ഗൈസ്. അപ്പോൾ കുട്ടു നമ്മുടെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കുട്ടു പോയിരുന്നു മുണ്ടൂരായിരുന്നു കേട്ടാ. ഇപ്പോൾ നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പുറത്ത് കിടന്നോളൂ, അല്ലാണ്ട് ഇപ്പൊ ആരെടുത്തോണ്ട് ശിവനെ എണീപ്പിച്ച്. ശിവു സ്കൂളിൽ പോവാം. എവിടെ? ഹലോ, നേരം വെളുത്തു. കുളിയും കഴിഞ്ഞ് ഡ്രസ്സും മാറി മറ്റേ മുടി വെട്ട് കടയിൽ ഇരിക്കില്ലേ, അതേപോലെ ഇരിക്കുക, മേക്കപ്പ് ചെയ്യുക, വണ്ടി വരുമ്പോൾ ഓടാ, ഫുഡ് കഴിക്കുക അല്ലേ? എനിക്കതൊക്കെ നിൻ്റെയൊക്കെ പ്രായത്തിൽ അച്ഛണ്ടല്ലോ 6 മണിക്ക് എനിക്കും. അമ്മയെ 8 മണിയിൽ തൊട്ട് 6 മണിക്ക് വിളിക്കും, എന്നാലും 8 മണിക്ക് എനിക്കല്ലോ. എന്നിട്ടൊരു പെടച്ചിലുണ്ട്. ഇതൊക്കെയാണ് പെടച്ചിൽ ശിവ, ഇതൊന്നല്ല. ഞങ്ങൾ പഠിക്കുമ്പോഴേ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ വേറെ ആയിരുന്നു. അച്ഛൻ സ്കൂൾ ടോപ്പറായിരുന്നു, ഏറ്റവും മുകളിലത്തെ നിലയിൽ നിൽക്കുമ്പോൾ മാത്രം. അയ്യോ എനിക്കാ നോക്ക്, അച്ഛൻ ജിമ്മിൽ പോയിട്ടാ വന്നിട്ടുള്ളേ. 4 ആളറിയട്ടെ. ഇങ്ങനെ കിടക്കാണ്ട് വല്ല പണിക്ക് ഇവിടെ. അതെ, നിനക്ക് പഠിക്കുക, ഉറങ്ങാൻ പഠിക്കുക. ഇന്നലെ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങാണ്ട് നേരം വൈകി കിടന്ന് ഉറങ്ങി. അതെ, എന്താ പോലെ എനിക്കണില്ലേ വായോ. അപ്പൊ നമ്മുടെ ശിവു സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കാട്ടാ അല്ലേ ശിവ? ഇന്നത്തെ പ്രത്യേകത എന്താണ് സ്കൂളില്? യെസ്, ഇന്ന് ശിവുവിന് മറ്റേ VR ഫിലിം, VR തന്നെയല്ലേ പറയണേ, മറ്റേ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അല്ലെ, മറ്റേ സാധനം വെച്ചിട്ട് ഇങ്ങനെ അടുത്തൊക്കെ വരുന്ന പോലുള്ള ഒരു സിനിമ അനുഭൂതി അല്ലേ? അതാണ് ഗൈസ്. കുറെ കുഞ്ഞി പട്ടിക്കുട്ടികൾ ഓടിക്കിടുന്നു. പിന്നെ നമ്മുടെ പട്ടീനെ ഇന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. നല്ല കുറച്ച് ഹെയർ കട്ടിങ്, അതേപോലെ മരൊന്നും നമ്മുടെ കോക്കോനെ കണ്ടിട്ടില്ല കേട്ടോ ശിവ.
കോക്കോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂട്ടിലല്ലേ, കോക്കോൻ്റെ കൊര മാത്രമേ കേൾക്കണല്ലോ, കോക്കോനെ ഇതുവരെ കണ്ടിട്ടില്ലേ. കാണിച്ചു കൊടുക്കാം. നല്ല കളി കളിക്കുന്നു പോകും. ഇവ ഗായ്സ് അപ്പോൾ കുട്ടി രാവിലെ തന്നെ വണ്ടിയൊക്കെ കഴുകാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ കഴുകൽ നമ്മൾ മാറിയതിന് ശേഷം കുറച്ച് കുറവാണ്. അല്ല കഴുകിയിട്ടില്ല അല്ലേ, അവിടെ ആകുമ്പോൾ ഇപ്പോഴും കഴുകും. ഇവിടെ വന്നതിന് ശേഷം കഴുകിയിട്ടില്ല. ശരിക്കും കഴുകിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ശരിക്കും കഴുകാനൊന്നല്ല പോണത്, ജസ്റ്റ് ഒന്ന് കഴുകിയിടാൻ. അത് നല്ല പൊടിയാണ് റൂട്ടിലൊക്കെ പോകുമ്പോൾ. എവിടെ ആളെ കാണാനില്ലല്ലോ. നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറയും എന്ന് ആണോ? നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോക്കോനെ ഗ്രൂം ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പം നമ്മളെന്തായാലും വേഗം റെഡി ആവാണ് പോവാൻ വേണ്ടിയിട്ട്. വലിയ ഷോയാണ്, മുഖം തരുന്നില്ല ഇങ്ങോട്ട്, കണ്ടില്ലേ കഴുകിക്കൊണ്ടിരിക്കുക. കോക്കോ 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 നമ്മൾ ഇവിടെ താമസമായതിന് ശേഷം കണ്ടുമുട്ടിയ ആളാണ്. നമ്മുടെ പിന്നാലെ എങ്ങനെ വരും കേട്ടാ. വാടാ, ഇത് വേറൊരാളും കൂടി ഉണ്ട് കേട്ടാ. ഇങ്ങനെ പേരിക്കറിയില്ലേ, നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. ആയി നല്ല സൺസെറ്റ്, അല്ല ഇതാരി നിൽക്കണ കാണാനുണ്ടെന്ന് നിങ്ങൾക്ക്. ഒരാൾ കൂടി ഉണ്ട് കേട്ടാ, 3 ആളുണ്ട്. ഇവൻ കേശു, ഇതിൽ ഉട്ടാപ്പി. ഇവൻ ഇപ്പം കടിക്കുന്ന കൊണ്ടാണ് നിൽക്കണേ, പക്ഷെ കടിക്കില്ല. വാലാട്ടണക്കാരനൊരു ധൈര്യം അല്ലടാ മക്കളെ. പക്ഷെ ജമ്മുണ്ടെങ്കിൽ അടുത്തേക്ക് വരില്ല കേട്ടോ, ക്ലോസ് ആയിട്ട് തുടർന്ന് ഞാൻ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിലെല്ലാവരും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് മോട്ടർ നിർത്താണ്ട് പോകാന്നുള്ളത്. വെള്ളം മൂല്യമാണ്, അത് പാഴാക്കരുത്. വാടാ മക്കളെ. ഞാൻ ഇരുന്നതാണേ, എൻ്റെ കൈ കടിച്ചിട്ട് പൊക്കളോട്ടെ. അയ്യോ എന്നെ കാണുമ്പോൾ പേടിയാണ്. വാമപ്പിയ ഇവനെ കുറച്ച് പേടിയുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെയാണെങ്കിൽ തീരെ അടുത്തേക്കും പിന്നില്ല. ഇതിപ്പം ഇവരെ പിന്നെ മഷിട്ട് നോക്കി കിട്ടില്ല അടുത്തേക്ക്. ഫോണ് ക്യാമറ നോക്കുമോ? ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറയൂ. മൈ നെയിം ഈസ് ഓമന. ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കൂട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇവൻ എന്നെ മണത്ത് നോക്കണമെന്നുണ്ട് കേട്ടാ. ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ടേ. ഇതാരൊക്കെ നിൽക്കണേ, കുഞ്ഞൊരു ഫാമിലി മൊത്തം കേട്ടാ, ജോയിൻറ്റ് ഫാമിലിയാണ് ഒരു. ഗൈസ്, അപ്പോൾ ഇതാണ് ഡ്രൂൾസിൻ്റെ ക്രീമി ലിക്കബിൾ ഡ്രോപ്പ് ട്രീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രമല്ല പട്ടികൾക്കുണ്ട് സിപ്പപ്പ്. സിപ്പപ്പാണിത്. ആൾക്ക് ആദ്യമായിട്ടാണ് കൊടുക്കണം. ജസ്റ്റ് മണം കിട്ടിയിട്ട് ആൾക്ക് കൊടുത്തോ കടാ. പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. സിപ്പപ്പാടോ ആ വായിലേക്ക് നിലത്ത് വെച്ചിട്ട് നീ. അയ്യടാ കുടിക്കണ്ട കുടിക്കണ്ട കുടിക്കണ്ട. ഇവിടെ 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 അത് മൊത്തമാക്കുന്നു. അതിന് ആദ്യമായിട്ടല്ലേ കൊടുക്കണേ. എനിക്ക് തോന്നുന്നത് ഇതൊരു പാത്രത്തിലാക്കി കൊടുക്കേണ്ടിയിരുന്നു. പുറത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണ. അയ്യടാ ശുണ്ട കുടിക്കാൻ നോക്ക്. ഞാൻ ഇവിടെ ഉമ്മറൊന്നും തുടച്ചിട്ടില്ല കേട്ടോ. ഇവിടെ പെട്ടെന്ന് പൊടിയാവും. പക്ഷേ
എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഉമ്മറം. അപ്പോൾ പൊടിയായാലും ഇടയ്ക്കിടയ്ക്ക് തുടച്ചിട്ടാലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. മുറ്റുണ്ട് അടിക്കാനായിട്ട്, ഇന്ന് മുറ്റടിക്കണം കേട്ടോ. ഏയ് ഇരിക്കണോക്ക് മൂക്കുമായടാ. തീർത്ത തീർത്തു. മതിയാ ഏയ് വാലാട്ട നോക്ക് കൊടുക്കണം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു മുഖം നോക്ക്. അവനല്ല അവളുടെ കാലുമുള്ളത് ചെളിയില്ലാട്ടാ. അവൾക്ക് ആ ഒരു ഷെയ്ഡ് അവിടെ കാലുമുള്ളതാ. അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട് കണ്ട, അവളുടെ വയറിൻ്റെ ആ ഭാഗത്ത് കണ്ട ചെറിയൊരു ഷെയ്ഡ് അതുപോലെ ഉണ്ട്. മുടിയൊക്കെ മുഖത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് കളഞ്ഞു. ഫേസ് ഒന്ന് കാണാൻ പറ്റി. കണ്ണിലേക്കൊക്കെ മുടി കിടക്കണ്ടായിരുന്നു. ഇപ്പോൾ നീരി കൊടുക്കണം. കോക്കോ കണ്ട വിളിച്ചപ്പടി നോക്കണണ്ട. ഇനി എന്നെക്കാളും ഇഷ്ടം കുട്ടുവിനെയോ തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടുവാണ് ഫുഡ് മൊത്തം കൊടുക്കണത് ഇപ്പോൾ. ശരി പോടാ. ഈ എന്തിനാ വെള്ളം ഇറക്കണേ? നിനക്ക് കൊതിയായ കൈ കഴുകു കൂട്ട് പോയിട്ട്. ഞാൻ കുളിക്കാൻ പോകട്ടാ ഗൈസ്. ഞാൻ പീരീഡ്സായി ഇന്നലെയായി. അത് കാരണം എനിക്ക് വലിയ അസ്വസ്ഥതൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ കോക്കോനെ ഗ്രൂം ചെയ്യിപ്പിക്കാൻ കൊടുത്തിട്ട് നേരെ നമ്മൾ ചേച്ചീനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. കാരണം ഉണ്ണിക്ക് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ചേച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഷിവു വന്നതിന് ശേഷം ഷിവുവിനെയും കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷിവുവിനെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല, ഷിവു വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചേച്ചിക്കും കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കില്ല അത്. പിന്നെ ചേട്ടൻ സ്കൂട്ടിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നമ്മുടെ ഓമന വാലാട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവനാണ് വാലാട്ടി ഓമന. അപ്പോൾ നമ്മുടെ കാറിന്ന് ഞാൻ കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും ചേച്ചിയും എന്ത് ശിവ കൂടെ എത്തിയിട്ടുണ്ട്. ശിവ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ശിവൻ്റെ കയ്യിൽ കച്ചാ മാങ്കോ ഉണ്ട്. നമ്മുടെ പണ്ടത്തെ മറ്റേ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന മിഠായില്ലേ, ആ മിഠായിയാണ് ഈ മിഠായി. ഈ എല്ലാവരോടും പറയേ ഞാൻ എത്തി ഗൈസ്, പഠിച്ചു, പഠിച്ച പണിക്കരായി, പാക്കനാരായി. ഞാൻ ഇപ്പോൾ ചായ മേടിച്ചിട്ട് വരാം. ഐറ്റംസ് കൂടുതൽ വേണ്ട. ഓമനെ നീ എങ്ങടെ ഓടണ? ഓമന എൻ്റെ കൂടെ കടയിലേക്ക് വരുന്നുണ്ടോ? വരുന്നില്ലേ? ഇല്ല. ആ അതാരൊക്കെ വരണേ? എന്തത് സൗണ്ട് കേട്ടപ്പോ ഒരു കാവൽ തന്നെയാട്ടല്ലേ. മറ്റുള്ള പട്ടികളുടെ പോലെ നമ്മൾ ബൈക്ക് പോകുമ്പോ പിന്നെ വരിക ആ പരിപാടി ഒന്നുമില്ല. അതാ ശിവൻ കിടുവാ. ഇതിനിപ്പോ പേടി വരികണ്ടേ. അയ്യോ ദോശയും കൊടുത്തോളാം. 4 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ഐഡി കാർഡ് വരിച്ചേ. കുളിച്ചിട്ട് സാധാരണ ചായ കൊടുക്കാറുള്ളൂ. കുളിച്ച് സുന്ദരി കുട്ടിയൊക്കെ ഐഡിയ കാർഡ് അച്ഛൻ അച്ഛൻ്റെ
ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കാർ കൊടുക്കാൻ പോവാണ്. കാറ് കൊടുത്തിട്ട് കാർ കൊടുത്തിട്ട് പുതിയ കാർ വാങ്ങിക്കണം. അപ്പോൾ ശിവുവിൻ്റെ ഈ കാറ് 1 വയസ്സിൽ മേടിച്ചതാട്ടാ. അത് മാറ്റിയിട്ട് നമ്മൾ പുതിയത് മേടിക്കാൻ പോവാണ്. എക്സ്ചേഞ്ച് ചെയ്യാം, പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ ക്യാഷ് കൊടുക്കണം. ഇത് പിന്നെ നമ്മൾ വെറുതെ വീട്ടിൽ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത് കേട്ടോ, കിഡ്സ് ലാൻഡിൽ നിന്ന്. നമ്മളങ്ങനെ പോകാറുള്ള കടയാണ് കേട്ടോ. ശിവൻ്റെ ചെറുപ്പത്തിലായാലും പോകുന്ന ഒരു കടയാണ് കിഡ്സ് ലാൻഡ് കൈപ്പറമ്പ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി. അത്യാവശ്യം സാധനങ്ങൾ നല്ല ഡിസ്കൗണ്ടിൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ശിവുവിന് പറ്റിയ സാധനങ്ങളൊക്കെ ശിവു തപ്പി നടക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ സാധനങ്ങൾ ഞങ്ങൾ നെസ്റ്റോയിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. അത് വേറെ ബെഡായിട്ട്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഉണ്ണിക്ക് കുഞ്ഞുടുപ്പുകളൊക്കെ ഇവിടെ തന്നെയാണ് മേടിച്ചത്. പിന്നെ ചേച്ചിക്കുള്ള മറ്റേ വിസ്പർ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഉണ്ണിക്ക് പാമ്പേഴ്സ്, ഡിറ്റർജൻറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.